നമസ്കാരം, ഗൃഹസ്ഥയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഹോളി ബുക്ക് കവർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തുണിയാണ്. അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ബുക്സൊക്കെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചുവന്ന തുണി എടുത്തത്. അല്ലെങ്കിൽ വേറെ കളേഴ്സും എടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു തുണിയെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കാരണം രണ്ട് വശവും നല്ല ഭംഗിയുള്ളതായിട്ട് ഇരിക്കാൻ വേണ്ടി രണ്ട് വശവും നല്ല സൈഡായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ അവിടേക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടൊരു ട്രയാങ്കിൾ രീതിയിലാക്കിയിട്ട് ഇങ്ങനെ ബുക്ക് വെച്ചു. ഏത് ബുക്കാണോ നമുക്ക് വെക്കേണ്ടത് ആ ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് രണ്ട് സൈഡിലും ഇത്ര സ്പേസ് വിട്ടു. ഇനി നമ്മൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇച്ചിരിയും കൂടെ ഇറക്കി, ഇത്രയൊന്നും ഇറക്കണ്ട, ഇച്ചിരി മുകളിലോട്ട് കയറ്റാം. എന്നിട്ട് ഇത്തിരി സ്പേസ് ഇങ്ങനെ വിടുക. ഇത് ഇത്തിരി കൂടുതലാണ്, വേണമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഇറക്കാം. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ അളവെടുക്കുകയാണ്. ഞാൻ കുറച്ച് ലൂസാക്കി തയ്ക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്പേസ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ കറക്റ്റ് കുറച്ച് സ്പേസ് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ സൈഡും ഇതുപോലെ മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ ഇച്ചിരി മേളിൽ കയറിയിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടി വിടാനായിട്ടാണ്. അത് ഇത്രയും ഇങ്ങനെ മേളിൽ കയറിയിരിക്കണം. അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ ആ പോയിൻ്റ് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ പോയിൻ്റിലാണ് നമ്മൾ അളവ് നോക്കുന്നത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്ന ആ പോയിൻ്റ് ആണ് നമ്മുടെ അളവ്, ഈ ബുക്കിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി രണ്ട് സൈഡിലും സ്ക്വയറായിട്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് അളവെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഇത് അടിവശമായിട്ട് വരും, കണ്ടോ? ഈ അടിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. ഞാൻ നേരെ അതിൻ്റെ മുകളിൽ തന്നെ ഒരു മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്ന് നോക്കാം. ഞാൻ മെഷർമെൻറ്റ് ടേപ്പ് എടുത്തിട്ട് ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ അതൊരു 16 ഇഞ്ച് കാണിച്ചു. അപ്പോൾ ഞാൻ ആ 16 ഇഞ്ചിൽ വെച്ചിട്ടാണ് ഇനി മറ്റേ സൈഡും കട്ട് ചെയ്തെടുക്കാൻ പോണേ. അങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുക്കും. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. രണ്ട് വശവും നല്ല വശം തന്നെയാണ്, അകത്താണ് ചീത്തയായ വശം ഇരിക്കുന്നത്. അപ്പം രണ്ട് സൈഡിലേക്കും ഞാൻ 16 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിലും 16 ഇഞ്ചസാണ് ഉള്ളത്. ഇനി ഞാൻ ഇപ്പം ഇങ്ങനെ നമുക്കിപ്പോൾ സൈഡിൽ വേണമെങ്കിൽ ലേസ് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡിലായിട്ട്, അതായത് എൽ ഷേപ്പിൽ രണ്ട് സൈഡിലായിട്ട്. അപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ആ രണ്ട് സൈഡിലായിട്ട് എൽ ഷേപ്പിൽ ഒന്നില്ലെങ്കിൽ ലേസ് പിടിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുമാതിരി മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ലേസാണ് ഇപ്പോൾ പിടിപ്പിക്കുന്നത്. ഒരു ബ്ലൂ ലേസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് പിടിപ്പിക്കാനായിട്ട് അതിന് മുമ്പേ ആയിട്ട് തന്നെ നമ്മൾ നല്ല വശത്ത് തന്നെ ഞാൻ മടക്കി ഇങ്ങനെ തയ്ച്ചു വെച്ചു. രണ്ട് സൈഡിൽ എൽ ഷേപ്പിൽ. ഇപ്പോൾ എൽ ഷേപ്പിലാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി രണ്ട് സൈഡിലും തയ്ച്ചിട്ടില്ല. ഈ എൽ ഷേപ്പിൽ രണ്ട് സൈഡിലും നല്ല വശത്ത് തന്നെയാണ് ഈ തയ്ച്ച് വെച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ മീതെ ലേസ് വരും, അപ്പോൾ കാണില്ല. അപ്പോൾ ലേസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാം. ഞാനപ്പോൾ ഇപ്പോൾ ബ്ലൂ ലേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. രണ്ട് വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തു, ഇളകി പോകാതിരിക്കാൻ. ഇനിയിപ്പോൾ രണ്ട് സൈഡുണ്ട് സ്റ്റിച്ച് ചെയ്യാത്ത. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല വശമാണ്, കാണാം. സൈഡിൽ രണ്ട് സൈഡിലും നല്ല വശത്ത് ലേസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേസ് ഇല്ലാത്ത വശം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം എൻ്റെ റൈറ്റ് ഹാൻഡ് ഇരിക്കുന്ന അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്ന ആ കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ സൈഡിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ആ സൈഡ്. ഇനി നമ്മൾ മറ്റേ സൈഡ് മറ്റേ ലേസ് ഇല്ലാത്ത മറ്റേ വശം ഇതുപോലെ ഇങ്ങനെ കണ്ടോ, നോക്കൂ. ലേസ് ഇല്ലാത്ത മറ്റേ വശമാണ്, ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത വശം. ഇനി ലേസ് ഇല്ലാത്ത മറ്റേ വശം ഈ വശത്ത് നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ മടക്കി ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ആ സൈഡങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഒന്നും കൂടെ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൂട്ടിപ്പിടിച്ച് ഇവിടെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതാണ് അടുത്ത സ്റ്റിച്ചിങ്. ഇപ്പം നമ്മൾ അടുത്ത ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു. ഇനി അത് നമുക്ക് തിരിച്ചിട്ടിട്ട് നോക്കൂ. അപ്പോൾ തിരിച്ച് എല്ലാ വശങ്ങളും ഒന്ന് സ്ട്രെയിറ്റൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കൊരു
കവറ് മാതിരി ആവും, എൻവലപ്പ് മാതിരി. കണ്ടോ, നോക്കൂ ഇതുമാതിരി. ഇപ്പം നമ്മൾ തയ്ച്ച ലേസൊക്കെ നല്ല ഫ്രണ്ടിൽ വന്ന് നല്ല ഭംഗിയായിട്ട് വന്നു. പിന്നെ ഇതുമാതിരി ഇങ്ങനെ മടക്കി വെച്ചാൽ നമ്മുടെ ഒരു എൻവലപ്പിൻ്റെ ഷേപ്പിൽ കവർ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഞാൻ ആ കവറിൽ ചില കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇതുമാതിരി ഒരു ത്രെഡ് ഇങ്ങനെ തയ്ച്ചിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ ഞാനെടുത്ത ബുക്ക് അതിൽ വെച്ചു. ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്, കാരണം വേറെ ബുക്ക് വല്ലതും ഇടേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ലേശം ലൂസായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമ്മൾ സൈഡ് കൊടുക്കുന്ന ഗ്യാപ്പ് കുറച്ച് 1/2 ഇഞ്ച് കൊടുത്താൽ കറക്റ്റ് കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ചു. അല്ല, ഇങ്ങനെ കെട്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഹോളി ബുക്ക് കവർ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ടേക്ക് കെയർ.